ഹലോ ഡിയേഴ്സ്. ക്രിസ്റ്റോ ടോമി എഴുതി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. ഉർവശി ആൻഡ് പാർവതി തിരുവോത്താണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. സിനിമയുടെ ആദ്യത്തെ പോസ്റ്ററുകളും അതിന്റെ പ്രൊമോഷൻസും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഇതൊരു സീരിയസ് ജോണറിലുള്ള ഒരു ഡ്രാമ കൈൻഡ് ഓഫ് ഫിലിം ആയിരിക്കും എന്നാണ് തോന്നിയത്. പിന്നെ പാർവതി ആൻഡ് ഉർവശിയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് മൂവിയാണെന്നും വിചാരിച്ചിട്ട് തന്നെയാണ് സിനിമയ്ക്ക് പോയത്. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ സീരിയസ് ആയി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ചിത്രമായിട്ടാണ് സിനിമ കാണാൻ കഴിഞ്ഞത്. സിനിമ പയ്യെയാണ് ഒഴുകി തുടങ്ങുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിലെ ചില വ്യവസ്ഥിതികളിലൊന്നും ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പലർക്കും തങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ പല തെരഞ്ഞെടുപ്പുകളും നടത്താൻ സാധിക്കാത്തത്. അതായത് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും അവരുടെ ആജ്ഞകൾക്കും അവരുടെ നിർബന്ധങ്ങൾക്കും വഴങ്ങി സ്വന്തം ഇഷ്ടം അല്ലെങ്കിൽ സ്വന്തം ജീവിതം മറ്റുള്ള ഏതൊക്കെയോ വഴികളിലേക്ക് തിരിച്ചുവിടുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതായത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. അത്തരത്തിൽ ഉള്ള ചില കാഴ്ചകളാണ് സിനിമ ആദ്യം നമുക്ക് സമ്മാനിക്കുന്നത്. ഇത്തരത്തിൽ ജീവിച്ചു പോകുന്ന രണ്ട് സ്ത്രീകൾ, അതാണ് അഞ്ജു എന്ന് പറയുന്ന കഥാപാത്രം. അതിനെ അവതരിപ്പിക്കുന്നത് പാർവതി തിരുവോത്തും ലീലാമ്മ എന്ന കഥാപാത്രത്തെ ഉർവശിയും അവതരിപ്പിക്കും. ഈ രണ്ട് കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ. ഈ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം ചില രഹസ്യങ്ങൾ വെളിവാകുന്നു, ചില സത്യങ്ങൾ പുറത്തു വരുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ചില തിരിച്ചറിവുകളും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന തിരുത്തലുകളും ഒക്കെയാണ് സിനിമ. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും തന്നെ ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്. എല്ലാ മനുഷ്യർക്കും ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്. നത്തിങ് ഈസ് ബ്ലാക്ക്, നത്തിങ് ഈസ് വൈറ്റ്, എവറിത്തിങ് ഈസ് ഗ്രേ എന്ന് പറയാറുണ്ടല്ലോ. എന്ന് പറയുന്നത് പോലെ എല്ലാ ക്യാരക്ടറുകൾക്കും അവിടങ്ങളിൽ അവരുടെ ഉള്ളിൽ ഒരു ഗ്രേ ഷെയ്ഡ് എക്സ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിലെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന മറ്റ് ആക്ടേഴ്സും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് മുരളി, അർജുൻ രാധാകൃഷ്ണൻ, അലൻസിയർ, ഇവരുടെ എല്ലാം കഥാപാത്രങ്ങൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അവർ പോർട്രേ ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് മുരളിയുടെ ക്യാരക്ടറിനെ പോലെ തന്നെ പുള്ളി ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. പിന്നെ അർജുൻ രാധാകൃഷ്ണന്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോഴാണ് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിന്റെ ക്യാരക്ടറൈസേഷന് മാത്രമേ ഒരു എന്തൊക്കെയോ ഒരു പോരായ്മ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം ഡിമാൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ശരിക്കും അങ്ങനെ ആരെങ്കിലും ചോദിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യചിഹ്നമൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ അത് കഥയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവരുന്നതായി പോയോ എന്നൊക്കെ ഉള്ള ഒരു സംശയം ഉണ്ടായിട്ട്. പക്ഷെ അതൊന്നും ഒരു വലിയ കാര്യമൊന്നുമല്ല, അത് പറയുന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയെന്നുള്ളൂ. പിന്നെ ഈ സിനിമയുടെ കഥ നടക്കുന്നത് ഒരു മഴക്കാലത്താണ്. ഈ സിനിമയിലെ കഥ ഏറെക്കുറെ മുഴുവനും നടക്കുന്നത് തന്നെ ഒരു വീട്ടിലാണ്. അത് ഈ പറയുന്ന ഉർവശിയുടെയും പാർവതിയുടെയും കഥാപാത്രങ്ങൾ താമസിക്കുന്ന ആ ഒരു വീട്ടിൽ. അവിടെ മഴക്കാലത്ത് വെള്ളപ്പൊക്കം വന്ന് വീടിനകത്ത് പോലും വെള്ളം കയറിയ ഒരു സാഹചര്യമായിട്ടാണ് സിനിമയിലുടനീളം ഏറെക്കുറെ എല്ലാ സീനുകളിലും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഷൂട്ടിങ്ങുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ടായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കെല്ലാം തന്നെ ഒരു വലിയ കയ്യടി അർഹിക്കുന്നു. അവരുടെ ആ ഒരു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കെല്ലാം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും തന്നെ നല്ലൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. കാരണം ഇതുപോലെയുള്ള വിഷയം കൈകാര്യം ചെയ്യുന്ന, കാരണം സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമ, ഇതൊരു ബോക്സ് ഓഫീസ് വിജയമാകുമോ ഇല്ലയോ എന്നുള്ള ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല എന്നാണ് കണ്ടപ്പോൾ തോന്നുന്നത്. അപ്പം പക്ഷെ നല്ലൊരു സിനിമ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും പ്രയത്നമൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് അത് ചിത്രീകരിച്ച എല്ലാവർക്കും തന്നെ വീണ്ടും അത് പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരു ഇച്ചിരി ധൃതി കാണിക്കുന്ന പോലെ ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് പെട്ടെന്ന് ഈ കഥയുടെ പ്ലോട്ടിലേക്ക് എത്തണം എന്നുള്ള ഒരു സ്പീഡിലെത്തിയതാണോ എന്ന് അറിയത്തില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്ക് വളരെ ജമ്പ് ചെയ്ത് പോകുന്നു. അതൊക്കെ തന്നെ സത്യത്തിൽ അങ്ങനെ കാണിക്കാൻ കഴിയുന്നത് തന്നെ നമ്മളെ പോലുള്ള പ്രേക്ഷകർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ കൂടിയാണ്. അപ്പോൾ അതിന്റെ ക്രെഡിറ്റ് പോകുന്നത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് കൂടിയാണ്. ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതും ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നതും എന്ന് പറയുന്നത് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള, അതായത് പാർവതിയും ഉർവശിയും അവതരിപ്പിക്കുന്ന ലീലാമ്മയുടെയും അഞ്ജുവിൻ്റെയും കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്ലോർ ചെയ്യുന്നതിലാണ്. കാരണം ഇവര് പ്രത്യേക ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ എത്തി നിൽക്കുന്നവരാണ്. അവിടെ വെച്ച് ഇവർക്ക് കുറേ കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കുന്നു, ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇവരുടെ ഉള്ളിലെ ഈ ഇമോഷൻസ് ആണ് ശരിക്കും ഈ സിനിമയുടെ ഉള്ളൊഴുക്ക് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഈ ഇമോഷൻസ് ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ ചുറ്റുപാടുകളോടുള്ള ഇവരുടെ പ്രതികരണം അതെങ്ങനെയാണ്, അത് ഏത് രീതിയിലാണ് വരുന്നത്, അത് എന്താണ് ഇവർ പറയാൻ പോകുന്നത് എന്നൊക്കെയുള്ളതാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്.
അങ്ങനെയുള്ള ഒരു സിനിമ, അങ്ങനെയുള്ള രണ്ട് കഥാപാത്രങ്ങളിൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഈ രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഒരു പക്ഷേ ഇവരല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന്. കാരണം ഉർവശി നമുക്കറിയാം ഒരു അസാമാന്യ ആക്ട്രസ് ആണ്. അവരുടെ അസാമാന്യ പ്രകടനം തന്നെ ഈ സിനിമയിലുണ്ട്. ചില സീൻസിലൊക്കെ അവരുടെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ആക്ടിങ് കണ്ട് നമ്മൾ അന്തം വിട്ടു. ആ ഒരു രീതിയിൽ ഈ കരയാതെ കരയുന്ന ചില സീനുകളൊക്കെ ഉണ്ട് ഇതിനകത്തിൽ. അപ്പോൾ ഉർവശിയെ പോലെ ഇത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസും ഇത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും ഒരു സൈഡിൽ നടക്കുമ്പോൾ അതിനെ വിട്ട് മാനേജ് ചെയ്യുന്ന രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ ഇവിടെ പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ഒരു ആക്ട്രസ് അല്ലാതെ മറ്റൊരു ആക്ട്രസ് ഇപ്പോൾ തൽക്കാലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരത് ഗംഭീരമായിട്ട് അത് മാനേജ് ചെയ്തിട്ടുണ്ട്. അവരുടെ മുൻ ചിത്രങ്ങളിലെ അഭിനയത്തോട് ഒരു സാമ്യവും തോന്നാത്ത രീതിയിൽ അഞ്ജു എന്ന് പറയുന്ന കഥാപാത്രത്തിന് അതിൻ്റെതായ ഡയലോഗ് ഡെലിവറിയും അവർ കരയുന്നതായ പോലും അതിൻ്റെതായ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു വേ ഓഫ് കൺവേയിങ് കൊണ്ടുവരുന്നുണ്ട് പാർവതി ഇതിനകത്തിൽ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ക്യാരക്ടറുകളുടെ ഒരു മികച്ച ഒരു അഭിനയ മുഹൂർത്തങ്ങൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ഒരു എക്സ്പ്രഷൻസ് ഓഫ് ഇമോഷൻസ് ആണ് സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടാനോ അല്ലെങ്കിൽ എല്ലാവർക്കും ഈ സിനിമ കാണാനുള്ള ഒരു ക്ഷമ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ അറിയില്ല. ചിലർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അതായത് നമുക്ക് ചിലപ്പം ചില സിനിമകൾ കാണണമെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് ഒന്ന് മനസ്സിരുത്തി ഇത് ഇങ്ങനെയുള്ള ഒരു പടമാണ് എന്ന് ഒക്കെ വിചാരിച്ച് തന്നെ ഇരുന്ന് കാണേണ്ട സിനിമകളുണ്ട്. അതുപോലെ ഒരു സിനിമയാണ് ഇത്. എന്തായാലും ക്രിസ്റ്റോ ടോമി എന്ന് പറയുന്ന സംവിധായകൻ തിരഞ്ഞെടുത്ത വിഷയം, ഇങ്ങനെ ഒരു ചിത്രം അത് കൺസീവ് ചെയ്തിരിക്കുന്ന രീതി, അതിനെടുത്തിരിക്കുന്ന എഫേർട്ട് ഒക്കെ തന്നെ പ്രശംസനീയമാണ്. ബ്രില്യൻ ഡയറക്ഷൻ, ബ്രില്യൻ ആക്ടിങ്, അത് തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. താങ്ക് യു.